പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനും അല്ലെങ്കിൽ ഡിന്നറൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണ് റെഡിയാക്കാൻ പോകുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ലൊരു ക്രിസ്പി ദോശ എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് 1/4 കപ്പ് ഗോതമ്പ് പൊടിയും 1/4 കപ്പ് അരിപ്പൊടിയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടും ഗോതമ്പ് പൊടി മാത്രം എടുക്കാം. അപ്പോൾ ഞാനിപ്പം അരിപ്പൊടിയും കൂടി ചേർക്കാൻ കാരണം വേറെ ഒന്നുമല്ല, പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം 1/4 കപ്പ് ഗോതമ്പ് പൊടി അതെടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് കൂടി പോകരുത് കേട്ടോ ഈ ഒരു ദോശയിൽ. കാരണം ഇതിൻ്റെ കൂടെ കറിയൊന്നും ആവശ്യമില്ല, വെറുതെ ഇരുന്ന് കഴിക്കാം. നല്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ ഉപ്പ് കൂടി പോകരുത്. അപ്പം ഇനി നമുക്കിതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ബ്ലെൻഡറിൽ അടിച്ചെടുക്കൊന്നും വേണ്ട. ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 1 കപ്പ് വെള്ളം ഒന്നിങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് അപ്പം തന്നെ കലക്കിയെടുക്കണം. വെള്ളം ആദ്യം മൊത്തത്തിൽ ഒഴിച്ചിട്ട് കലക്കാൻ നോക്കിയാൽ നമുക്കത് നന്നായിട്ട് മിക്സായി കിട്ടില്ല. അപ്പോൾ കുറേശ്ശെ മിക്സ് ചെയ്തിട്ട് വേണം ഇത് ഇളക്കിയെടുക്കാൻ കേട്ടോ. ചിലർക്ക് ഇതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പം ഭയങ്കര കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നത് കേട്ടോ. അപ്പം 1 കപ്പ് വെള്ളം ഒഴിച്ചു, ഇത്രയും അളവിലോട്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു 1/2 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കിത് നീർദോശയുടെ ബാറ്റർ ഉണ്ടല്ലോ, നല്ലോണം വെള്ളം പോലെയുള്ള കൺസിസ്റ്റൻസി, അതിലാണ് വേണ്ടത്. അപ്പം നിങ്ങൾ ചിലപ്പം 1/4 കപ്പിൽ കുറച്ചുകൂടി കൂടുതൽ പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും. അപ്പോൾ ആദ്യം നിങ്ങൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചോളൂ. 1/4 കപ്പ് അരിപ്പൊടിയിലോട്ടും 1/4 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുകയാണെങ്കിൽ കേട്ടോ, അതിലോട്ട് 1.5 കപ്പ് വെള്ളം. അപ്പോൾ ഇനി ഈ ഒരു ദോശ ഒഴിക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോൾ അതുപോലെ വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഗീ റോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പാനാണ്. ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ചെറിയ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നും വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു ദോശ ചുടാൻ. എന്നാലേ നിങ്ങൾക്ക് ആ ഒരു പെർഫെക്റ്റ്നെസ് കിട്ടുള്ളൂ. അപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, അങ്ങനെ ചെറിയ ഹോൾസൊക്കെ വരും. നമ്മൾ നിർദോശയൊക്കെ ഒഴിക്കില്ലേ, അതേപോലെയാണ് വേണ്ടത്. ഇത് ഭയങ്കര കനം കുറച്ചിട്ടുള്ളൊരു ദോശയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. ചൂടോട് കൂടിയിട്ട് കഴിക്കണം. ചൂടാറി കഴിഞ്ഞാൽ ആ ക്രിസ്പിനെസ് പോവും. പക്ഷേ ഇത് നമ്മൾ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു എന്താ പറയുക ദോശയാണ്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നുമില്ലെങ്കിൽ എന്താ പറയുക ചായയും ഇത് മാത്രം മതി. അപ്പോൾ ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇത് ഒഴിക്കുന്നതിന് മുമ്പും ഓയിൽ സ്പ്രെഡ് ചെയ്യണം കേട്ടോ. ഞാൻ ചെറുതായിട്ടും തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് സാധാ ഫ്രൈങ് പാനിലും ചെയ്തെടുക്കാം കേട്ടോ, നോൺ സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ റോൾ ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അടുത്ത ദോശ ചുടുന്ന വരെ തന്നെ ഇതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് പോയിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ നിൽക്കും ക്രിസ്പിനെസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഡിന്നറിന് വേറെ ഒന്നുമില്ല, കറികളൊന്നും ഉണ്ടാക്കാൻ മടിയൊക്കെ ആണെങ്കിൽ എന്താ പറയുക, ഇതുപോലെ ഒരു ദോശയൊക്കെ നമുക്ക് ധാരാളമാണ്. 2 ദോശ ഒന്നും വേണമെന്നൊന്നുമില്ല. വലിയ പാനിലാണെങ്കിൽ ഒരു ദോശയൊക്കെ ധാരാളമാണ്. അപ്പോൾ രണ്ടാമത്തെ ദോശ അതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കുക്കിംഗ് ടൈം കുറച്ചൊന്ന് കൂടുതലാവും. സാധാ നീർദോശനേക്കാളും കുറച്ചുകൂടെ കൂടുതലാവും. നമ്മൾ ക്രിസ്പി ആക്കി എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ, ഞാൻ വെറുതെ പറയില്ല. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഉപ്പ് ഒരുപാട് ചേർക്കരുത്. ഇനിയിപ്പോൾ എല്ലാ ദോശയിലും ഉപ്പ് കുറച്ച് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഒരു വലിയ ഇതുപോലത്തെ ക്രിസ്പി ദോശ ഉണ്ടാക്കാനാണെങ്കിൽ 3 ക്രിസ്പി ദോശയൊക്കെ ഉണ്ട്, വലിയ ക്രിസ്പി ദോശയ്ക്ക്. ഇനിയിപ്പം ചെറിയ ഫ്രൈങ് പാനിലാണെങ്കിൽ ഒരു 4-5 ക്രിസ്പി ദോശയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ഒരു ബാറ്റർ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഡബിൾ ചെയ്തെടുക്കുക കേട്ടോ. വെള്ളവും പൊടികളും ഡബിൾ ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു ക്രിസ്പിനെസ് നല്ല സോഫ്റ്റായിട്ട് നല്ല കനം കുറച്ചിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ ഡിന്നറിന് ചിലർക്ക് ഭക്ഷണം സ്കിപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് അരിപ്പൊടി ഇല്ലാണ്ട് നിങ്ങൾക്ക് ഈ ഒരു ദോശ ഉണ്ടാക്കാം കേട്ടോ. അരിപ്പൊടി ഉണ്ടാകുമ്പോൾ ഒന്നുകൂടെ ക്രിസ്പി ആവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഗോതമ്പ് പൊടി വെച്ചിട്ട് മാത്രം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ദോശയാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ദോശ കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.